ഹലോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങാൻ താമസിച്ചു കേട്ടോ. കാരണം എനിക്ക് ചെറിയൊരു പനിയുടെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാൻ ഞാൻ ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴിന്ന് മോന് പോകണം. അപ്പോൾ കാപ്പിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് അരിമാവിരിപ്പുണ്ട്, അതെടുത്തിട്ട് പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതിന് ചെയ്ത് കൊടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാപ്പിക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മടിയാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള കാര്യമായിരിക്കും അല്ലേ ഇത്. അപ്പോൾ ഇതേ ഞാൻ തലേദിവസം കുറച്ച് പയറൊക്കെ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതേ നല്ലതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അണ്ണനും ഇന്നലെ ജോലി കഴിഞ്ഞിട്ട് താമസിച്ചാണ് കേട്ടോ വന്നത്. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ജോലി താമസിച്ച് കഴിയുമ്പോൾ പിറ്റേന്ന് ജോലി കാണത്തില്ല കേട്ടോ. ഇന്നെന്തോ ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് വിളിച്ച് ജോലിയുണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ജോലി ഇല്ലെന്ന് കരുതിയിട്ട് ഞാൻ എഴുന്നേറ്റതുമില്ല. മറ്റുള്ളവർ എന്ത് കരുതും, എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആയിരുന്നു, മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തായാലും അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കുക. അപ്പോൾ അതേ ഞാൻ ഒരു പയറെല്ലാം കഴുകി കുക്കറിനകത്തോട്ട് ഇടുവാണ് കേട്ടോ. കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെച്ചേ. കുക്കർ കണ്ടോ, നല്ല കുക്കറാണ് കേട്ടോ, കുഞ്ഞു കുക്കറാണ്. അമ്മ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ട് കൊടുത്താൽ മതിയെന്നേ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും അതങ്ങ് എടുത്തു. അങ്ങനെ അതേ കുറച്ച് മീൻ പൊരിച്ചതൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടങ്ങ് മാറ്റി വെച്ച്. അപ്പോഴത്തേ മോൻ ഹോംവർക്കൊക്കെ ചെയ്യുവാണ് കേട്ടോ. ഇന്ന് വിടാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ മോൻ ഈ ദിവസമാണ് കേട്ടോ ഇഷ്ടം. ബുധനാഴ്ചയാണ് അവന് ഭയങ്കര ഇഷ്ടം. കാരണം അന്ന് കളർ ഡ്രസ്സാണ്. ബാക്കി എല്ലാ ദിവസവും അവർക്ക് യൂണിഫോമാണ്. അങ്ങനത്തെ ഞാൻ വേവിക്കാൻ വെച്ച പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കടുക് വറുക്കും. അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ പയറിട്ടങ്ങ് ഇളക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ പുട്ടിന് വേണ്ടിയിട്ടുള്ള പഴമാണ് കേട്ടോ. പുട്ടുണ്ടാക്കാൻ നേരത്തെ ഞാനിതേ ആവിയിൽ ഇതും കൂടി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. ഇത് വേറൊന്നുമില്ല, നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കത്തില്ലേ അതുപോലെ തേങ്ങ ഇടുക, അതിനുശേഷം ഈ പഴം അരിഞ്ഞത് വെച്ച് കൊടുത്തിട്ട് പിന്നെ മാവ് അതുപോലെ പിന്നെയും തേങ്ങ, പഴം, മാവ് അങ്ങനെ ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. മോന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേ പുട്ടൊക്കെ റെഡി ആയിട്ടാ ഞാൻ മോന് കഴിക്കാനായിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് സമയമില്ല സ്കൂളിൽ വിടാനായിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് മോൻ്റെ അടുത്ത് പറയുന്നത് ഇന്ന് പോകണ്ടെന്ന്. അപ്പോൾ എനിക്കിന്ന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാനും പെട്ടെന്ന് പോയി റെഡിയായി. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അണ്ണൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നണ്ണന് ജോലിയില്ല, എന്തോ സാധനങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു പണിക്കുള്ള. അപ്പോൾ പിന്നെ ഞാൻ അണ്ണനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അണ്ണൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഞാൻ കാത്തിരുന്നു. അപ്പോൾ അണ്ണൻ വന്നപ്പോൾ താമസിച്ചു പോയി. അങ്ങനെ അണ്ണൻ വന്നു. അണ്ണൻ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ 3 പേരെ ലീവല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് തുണി എടുക്കാൻ പോകാമെന്ന്. അപ്പം മാമിയുടെ മോളെ കല്യാണമാണ്. അപ്പം അതിന് തുണി എടുക്കാനാണ് കേട്ടോ പോകുന്നത്. അണ്ണനും മോനും ഇരിപ്പുണ്ട്, എനിക്ക് മാത്രം എടുത്താൽ മതി. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ കയറിയ സമയത്ത് അച്ഛനൊന്ന് വീഡിയോ കോളൊക്കെ ചെയ്ത് കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഒരു പൂച്ചക്കുഞ്ഞിനെ എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പൂച്ചക്കുഞ്ഞല്ല, ഇത് പൂച്ചക്കുഞ്ഞിൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയാളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെ ആയിട്ട് നേരെ വീട്ടിലോട്ട് പോയി.